അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ് 43-ാമത്തെ ബാബ് നബി കുടുംബത്തെ തങ്ങന്മാരെ ബഹുമാനിക്കുക എന്ന വിഷയത്തുള്ള ബാബായിട്ട് അതുള്ള ആയത്ത് ഞങ്ങൾ വിശദീകരിച്ചിട്ടായിട്ട് രണ്ടാമതായി അതിലുള്ള ഹദീസ് വിശദീകരിക്കായിട്ട് പോണ്ടത് 346-ാമത്തെ ഹദീസ്. ഈ ഹദീസിൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ ആദരിക്കണം, ബഹുമാനിക്കണം, ആ കുടുംബം നിലനിൽക്കുന്ന കുടുംബമായിട്ടിക്കട് എന്നതൊക്കെയുള്ള പ്രൂഫായിട്ടുള്ള ഹദീസായിട്ടിക്കട്. അതിനവസാനത്തിൽ നബി കുടുംബം ചെന്നെങ്കിൽ 6 അല്ലെ, ആ നബി കുടുംബത്തെ ആദരിക്കണമെന്നാണ് ആയത്തുകളിൽ നിന്ന് വ്യക്തമാക്കിയ. രണ്ടാമതായി ഈ ഹദീസിൽ അതുപോലെ തന്നെ ആയിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗം ഹുമ്മാൻ ചൊല്ലിയ ജാഗയിൽ വെച്ചായിട്ടിക്കട പ്രസംഗിക്കുക. അതിൽ ചൊല്ല നാന് മരണത്തിന് മുട്ടായവൻ, നാനിന് അള്ളാഹുടെ മലക്ക് നന്റെ വിളിച്ചൻ കണ്ടെങ്കിൽ ഞാൻ അത് കുത്തറ ചെയ്ത, അതായത് ഞാൻ വഫാത്തവിടെ നാ പോകുമ്പത്ത് 2 കാര്യം നിങ്ങൾ വിട്ടുപോണ്ടേ. ഒന്ന് പരിശുദ്ധ ഖുർആൻ, 2 നന്റെ കുടുംബ എന്നുള്ളത്. അപ്പൊ ആ കുടുംബ ചൊല്ലത് ഖുർആൻ മുറുകെ പിടിക്കണം, അത് നമുക്ക് വിട്ടു തന്നത്. അതേപോലെ നബിയുടെ കുടുംബം ചൊല്ലതും നമുക്ക് മുറുകെ പിടിക്കേണ്ട ഒന്നായിട്ടിരിക്കണം. അപ്പൊ അങ്ങനെ എന്താക്കണം, ഹദീസിൽ കാണാം നന്റെ കുടുംബം ചൊല്ലത് നൂഹ് നബിയുടെ കപ്പൽ കൊല്ലൻ. ആ നൂഹ് നബിയുടെ കാലത്ത് കപ്പലിൽ പ്രളയം വന്നപ്പോ തന്നി ഇടീ ഭൂമിയിൽ പൊന്തിയപ്പോ കപ്പലിൽ പറ്റി അങ്ങ് രക്ഷപ്പെട്ടത് എന്നതുപോലെ ആ കുടുംബത്തെ സ്നേഹിക്കുക, മുറുകെ പിടിക്കുക, അങ്ങനെ ആദരിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ആ ഹദീസിൽ നമുക്ക് പ്രവേശിക്കാം. അതുക്ക് മുന്നല്ലോ ഞങ്ങളെ ചാനലിക്ക് പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. വൻ യസീദ് ഇബ്നു ഹയ്യാൻ ഖാല, യസീദ് ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു ചൊല്ലേ, ഇൻതലഖ്തു അന, നാന് പോയ, ഓ ഹുസൈൻ ഇബ്നു സബ്റ, രണ്ടാമത്താൽ ഹുസൈൻ ഇബ്നു സബ്റ, അമ്ർ ഇബ്നു മുസ്ലിം, 3 അമ്ർ ഇബ്നു മുസ്ലിം. അപ്പൊ ഇങ്ങനെ 3 ആള് ശരിയിട്ട് പോയാൽ ഇവിടെ കൊണ്ടുവന്ന ഇല സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു, നബിയുടെ സ്വഹാബിയായ സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു മുട്ട പോയ. ഫലമ്മ ജലസനായിലേഹി, ഞങ്ങൾ 3 ആളും പോയിട്ട് അവിടെ എത്തിച്ചപ്പോ ഖാലലഹു ഹുസൈൻ, പോയ കൂട്ടത്തിൽ ആരുണ്ട്, ഹുസൈൻ ഇബ്നു സബ്റ ഉണ്ട്. അയാള് ഈ സ്വഹാബിയെ ടീച്ചറുണ്ട്, ലഖദ് ലഖീത യാ സെയ്ദ്, സെയ്ദ് ഇബ്നു അർഖം എന്ന സ്വഹാബിയർകളെ നിങ്ങ വലിയ ഒരുപാട് ഹൈറ് നിങ്ങൾ കണ്ടെത്തിച്ചിര, ഹൈറൻ കത്തീറ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ ചൊമ്മ ഹൈറ് നിങ്ങൾ എത്തിച്ചിര. എന്തേ അതാ റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബി തങ്ങളെ കണ്ടറ്, സമയത്ത ഹദീസ, അവിടുത്തെ പലക്കത്തെ ഹദീസിനെ നിങ്ങൾ കേട്ടറ്, വഗസൗത മഅഹു, നബി തങ്ങളോട് കൂടെ നിങ്ങൾ യുദ്ധത്തിൽ പോയിടറ്, വസല്ലൈത ഖൽഫഹു, മുത്ത് നബി തങ്ങളെ പർവ്വത്തിൽ നിങ്ങൾ നിസ്കരിച്ചിററ്. ലഖദ് ലഖീത യാ സെയ്ദ് ഖൈറൻ കസീറ, ഏ സെയ്ദ് എന്നവർകളെ ഒരുപാട് ഖൈർ നിങ്ങൾ എത്തിച്ചിററ്. ഹദ്ദിസ്നാ യാ സെയ്ദ് മാ സമീഅത മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏ സെയ്ദ് എന്നവർകളെ നബി തങ്ങളിൽ നിന്നും കേട്ട ഹദീസ് ഞങ്ങൾക്ക് നിങ്ങൾ ചൊന്തറു. അപ്പൊ ഹദീസ് പഠിക്കായിട്ട് പോയത് ഈ 3 ആള്. അത് പോയതാരം മുട്ട സെയ്ദ് ഇബ്നു അർഖം എന്ന സ്വഹാബിയുടെ മുട്ട. ഖാല, അപ്പൊ അയാൾ ചൊല്ല്, സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ചൊല്ല്, യബ്ന അഖി, ഓ എന്റെ സഹോദരന്റെ മകനെ. സഹോദരന്റെ മകനും ചൊന്ന ഒരു വയസ്സായ ആള് ചെറിയ ബാലക്കാരന്മാരെ ചൊല്ലുമ്പത്ത് അങ്ങനെ ഒരു പദോപയോഗം അല്ലാണ്ടത് സഹോദരന്റെ മോന് എന്ന അർത്ഥത്തിലല്ല, നേരെ അർത്ഥം അവിടെ ഉദ്ദേശമില്ല. കാരണം ഈ ബന്ധങ്ങളെ ബാപ്പും ഇയാളും ഒരേ ലെവലിലെ ആൾമാരുണ്ടാകുമ്പോഴത്തേക്കും ബാപ്പയുടെ ഒരു സഹോദരനെ പോലെ കണ്ടിട്ട് ആ ഒരു അർത്ഥത്തിൽ ചൊല്ലേ, എന്നല്ലാണ്ട് നേരെ സഹോദരന്റെ മോനാവനുണ്ടെന്നും ഇല്ല. അതൊരു പദപ്രയോഗം അങ്ങനെ അറബികളുടെ ഇടയിൽ. യബ്ന അഖി, ഒരു പിരിസത്തിൽ എന്റെ സഹോദരന്റെ മോനെ, വല്ലാഹി ലഖദ് കബിറത് സിന്നി, അള്ളാഹുടെ തന്ന സത്യം നമുക്ക് ബയസിയാറായിച്ച്, വഖദുമ അഹദി, നന്റെ കാലം മുന്നിട്ട് വന്നോട്ടുണ്ട്, ചെന്നെങ്കിൽ മരണത്തിന് നാം മുട്ടായിട്ടില്ലേ. വനസീതു ബഅദല്ലദി കുന്തു അയി മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിൽ നിന്നും ഞാൻ കാണാണ്ട് പഠിച്ചത് ചിലതൊക്കെ ഞാൻ മറന്നോണ്ടും വന്നെ, നമുക്ക് ബയസായില്ലേ. ഫമാ ഹദ്ദസ്തുക്കും ഫഖ്ബലു,
ನಾನಿಕ್ಕ ಹದೀತ್ ಚೊಂತಂದದ್ದು ನೀಗ ಸ್ವೀಕರಿಸೋರು ಒಮಾಲ ಫಲಾತು ಕಲ್ಲಿಫೂನೀಹಿ ನಾ ചൊന്തറാത്തത് എൻ്റെ മേലെ ഒത്തയാക്കി നിങ്ങൾ കേൾക്കണ്ട നക്കത് ആവില്ല അല്ലെങ്കിൽ നക്കിപ്പോൾ നെനപ്പിന്നത് ഓർമ്മയിന്നത് നാ ചൊന്തൻ്റെ എന്നർത്ഥം തുമ്മക്കാൽ എന്നിട്ട് ചെന്തത് കാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ നബി തങ്ങൾ ഒരു നാൾ ഞങ്ങളൊട്ടുക്ക് എണീച്ച് നിന്നിട്ട് ഖതീബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിക്കുന്ന ആളായിട്ട് ബിമാഇൻ ഒരു തന്നില മുട്ട യുദു ഹുമ്മ ആ തന്നിക ഹുമ്മാണ്ടായിട്ട് ഇവിടെ ചൊല്ലും അതായത് അവിടെ ഒരു നദി ചെറിയൊരു തോട് ഉൾക്കൊരു അവിടെ പേരായിട്ട് ഒരു ഹുമ്മാൻ ചൊല്ലും ബൈന മക്കത്ത വൽ മദീന അത് മക്കയും മദീനയും ഇടയിലുള്ള ജാഗ ഹുമ്മാൻ ചൊല്ലിയ പ്ലേസ് ഫഹമീദ് അള്ളാഹ് അവിടെ അൽഹംദുലില്ലാ അള്ളാഹുടെ നബി തങ്ങൾ സ്തുതിച്ചിട്ട് വാസനാലി അള്ളാഹുടെ പുകഴ്ത്തി ചെന്ന് വാല ഒരുപാട് ഉപദേശങ്ങൾ ചെന്ന് ദക്കറ ഒരുപാട് ഓർമ്മിപ്പിച്ചിട്ട് വിഷയങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയത് തുമ്മക്കാൽ എന്നിട്ട് നബി തങ്ങൾ ചെന്നത് അമ്മ ബാദ് അല അറിയണം അയ്യുഹന്നാസോ ജനങ്ങളെ ഫൈന്നമ അന ബഷറുൻ ನಾನು മനുഷ്യനായിട്ടില്ല മനുഷ്യന് ನಾನು മലക്കല്ല ജിന്നു അല്ല നിങ്ങളെ പോലെ നാനും ഒരു മനുഷ്യൻ നിങ്ങൾ മനുഷ്യരായതുപോലെ നാനും മനുഷ്യർ അപ്പൊ മനുഷ്യണ്ടാവുമ്പോൾ മനുഷ്യ കൊണ്ട് അവിടെ സ്വാഭാവികമായിട്ട് സാധാരണ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്നതല്ല അമ്പിയാക്കന്മാർക്കും ഉണ്ടാവും തിന്നിടെ ഉറങ്ങിടെ അതുപോലെ മരണം ഇതൊക്കെ അമ്പിയാക്കന്മാർക്കും ഉള്ളത് അപ്പൊ അതാ ചൊല്ല നാനും മനുഷ്യ യൂഷിക്കു അയ്യ റസൂലു റബ്ബി നിന്റെ റസൂലുടെ റബ്ബ് നക്ക് ബറവും മെയ്യാവും ഫുജീബ അപ്പൊ ഞാൻ ആ റബ്ബുക്ക് ഞാൻ ഉത്തരം ചെയ്യുവേ അച്ഛനതിന്റെ അർത്ഥം മലക്കുൽ മൗത്ത് ബന്ധ്യൻ കണ്ടെങ്കിൽ ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുവേ വാന താരിക്കും ഫീക്കും സകലൈൻ ನಾನು നിങ്ങൾ രണ്ട് കാര്യത്തെ വിട്ടുകൊണ്ട് അവ്വലുഹുമാ കിതാബുല്ലാഹ് രണ്ടിൽ ഒന്നാമത്തേത് പരിശുദ്ധ ഖുർആൻ ഫീഹിൽ ഹുദ അതിൽ ഹിദായത്തുണ്ട് 100 പ്രകാശമുണ്ട് ഫഖുദൂ ബി കിതാബില്ലാഹ് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ വസ്തംസിക്കൂ ബിഹി അത ഖുർആൻ പിടിച്ചോളൂ അതിനെ മുറുകെ പിടിച്ചോളൂ ഫഅസ്സലാ കിതാബില്ലാഹ് പരിശുദ്ധ ഖുർആന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിച്ച അതിലെ മഹത്വം അതിലെ വിഷയങ്ങളൊക്കെ ചെന്ന് ഫഖാ വറഗബ ഫി അത് അതിൽ ആഗ്രഹിപ്പിച്ചു സുമ്മക്കാൽ എന്നിട്ട് ചെന്ന് അഹ്ലു ബൈത്തി നന്റെ അഹ്ലു ബൈത്ത് നന്റെ കുടുംബ ഉദക്കിറുക്കുമുല്ലാഹ അള്ളാഹുടെ നാനിക്ക് നെനപ്പാക്കടെ ഫി അഹ്ലി ബൈത്തി നന്റെ അഹ്ലു ബൈത്തിലെ കാര്യത്തിൽ ഉദക്കിറുക്കുമുല്ലാഹ നിങ്ങക്ക് ഞാൻ അള്ളാഹുടെ ഓർമ്മയാക്കിക്കൊണ്ടില്ല ഫി അഹ്ലി ബൈത്തി നന്റെ അഹ്ലു ബൈത്തിലെ വിഷയത്തിൽ അപ്പൊ അഹ്ലു ബൈത്ത് നന്റെ അഹ്ലു ബൈത്തിലെ വിഷയത്തിൽ അള്ളാഹുടെ നിങ്ങക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുക ജാഗ്രതയ്ക്കുള്ളൂ ഇനി ഫഖാല ഹുസൈൻ അപ്പൊ ഈ പോയ മൂന്നാളില്ലേ ഇതിൽ പെട്ട ഹുസൈൻ ഇബ്നു സബറ എന്ന മഹാനവറുകൾ കേൾക്കുകയെ ഈ ഷാബിരട്ടിയെ ഒമൻ അഹ്ലു ബൈത്തി യാ സെയ്ദ് സെയ്ദ് എന്നവർകളെ ആറായിട്ടിക്കട് നബിയുടെ അഹ്ലു ബൈത്ത് ചെന്നെങ്കിൽ അലൈസ നിസാഉഹു മിൻ അഹ്ലി ബൈത്തി നബിയുടെ പെഞ്ഞൈമാർ അഹ്ലു ബൈത്തിൽ പെട്ടങ്ങല്ലേ കാല അപ്പൊ ചൊല്ല് നിസാഉഹു മിൻ അഹ്ലി ബൈത്തി നബിയുടെ പെഞ്ഞൈമാർ അഹ്ലു ബൈത്തിൽ പെട്ടങ്ങനെ വലാകിൻ പക്ഷേ അഹ്ലു ബൈത്തി മൻ ഹുരിമ സ്വദഖത്തു ബഅദു നബിൽ പിന്നെ സക്കാത്ത് ഹറാമാക്കപ്പെട്ടങ്ങ നബി കുടുംബത്തിക്ക് സക്കാത്ത് കൊടുക്കത്തില്ലല്ലേ അങ്ങായിട്ടിക്കത് കാല അപ്പൊ അതാ ഹുസൈൻ ഇബ്നു സമറ കേൾക്കും ഒമൻഹും അങ്ങാറ് കാല അപ്പൊ ചെല്ലും ആലു അലി അലി റളിയല്ലാഹു അൻഹു കുടുംബം വാലു അഖീൽ റളിയല്ലാഹു അൻഹു കുടുംബം വാലു ജഅഫർ റളിയല്ലാഹു അൻഹു കുടുംബം വാലു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുടുംബം കാല അപ്പൊ അതൊക്കെ കുല്ലു ഹാഉലാഹി ഹുരിമ സ്വദഖത്തു ഇങ്ങനെല്ലാം സക്കാത്ത് ഹറാമാക്കപ്പെട്ടങ്ങവ കാലന അതെ സക്കാത്ത് ഹറാം ചെയ്യപ്പെട്ടങ്ങ റവാഹു മുസ്ലിം അപ്പൊ നബി കുടുംബത്തിക്ക് സക്കാത്ത് കൊടുക്കത്തില്ല അപ്പൊ ആ അങ്ങ് സക്കാത്ത് ഹറാമാക്കപ്പെട്ടങ്ങായിട്ടില്ല അങ്ങ് പാവത്തങ്ങാനെങ്കിലും പോലും അങ്ങക്ക് എന്തില്ല സക്കാത്ത് എന്നുള്ളത് കൊടുക്കത്തില്ല അത് മനുഷ്യന്മാരെ മുതലുടെ പിന്നെ അങ്ങനെ ശുദ്ധിയാക്കുവാനായിട്ട് കൊടുക്കുന്ന ഒന്നായിട്ടില്ല അപ്പൊ അത് ആരല്ല അത് ഇങ്ങനെ യോജിച്ചതല്ല അങ്ങനെ കുടുംബത്തിൽ അത് യോജിച്ചല്ല അപ്പൊ നബി കുടുംബം എന്നുള്ളത് ആ നബിയുടെ കുടുംബം അഹ്ലു ബൈത്ത് ചൊല്ലുക അത് സ്നേഹിക്കേണ്ടങ്ങ് ആദരിക്കേണ്ടങ്ങ് ബഹുമാനിക്കപ്പെടേണ്ടങ്ങ് അല്ല ഒഫി റിവായത്തിന് മറ്റൊരു റിപ്പോർട്ടിലത് അലാ വഇന്നി താരിക്കും ഫീക്കും തഖലൈൻ രണ്ട് കാര്യം നിങ്ങളിലാണ് വിട്ടുകൊണ്ട് അഹദുഹുമാ കിതാബുല്ലാ അതിൽ ഒന്ന് അള്ളാഹുടെ കിതാബ് വഹുവ ഹബ്ലുല്ലാ അത് അള്ളാഹുടെ ബള്ളിയായിട്ട് ബള്ളിയും ചെന്നതിനർത്ഥം അത് ഞങ്ങൾ ഗട്ടിപ്പിടിക്കേണ്ടങ്ങാണ് മനിത്തബഅഹു കാന അലൽ ഹുദ അതർത്ഥം പിൻപറ്റിയാൽ അവൻ ഹിദായത്തിലാണ്
ഒമൻ തറക്കു കാന ദ്വലാല, ഖുർആൻ ഒരാൾ വിട്ടെങ്കിൽ അവന് തെറ്റായ മാർഗത്തിൽ പോണ്ട, പിഴച്ചവനാവുക. 347 ഹദീസ്. وعن ابن عمر رضي الله عنهما أن أبي بكر الصديق رضي الله عنه موقوفا عليه. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലേ ഹദീസ് ചൊല്ലാറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ടിക്കണേ. എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലത്? അന്നഹു ഖാല, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്, ഉർഖുബു മുഹമ്മദൻ, മുഹമ്മദ് നബിയെ നിങ്ങൾ ആദരിക്കുക, ഫി അഹ്ലി ബൈത്തിഹി, അവിടുത്തെ അഹ്ലു ബൈത്തിലില്ലിട്ട്. അതായത് അഹ്ലു ബൈത്തിലെ കാര്യത്തിൽ നബിയെ നിങ്ങൾ സൂക്ഷിച്ചോളൂറും, അഹ്ലു ബൈത്തിലെ കാര്യത്തിൽ നബിയെ നിങ്ങൾ ആദരിക്കോറൂ. എങ്ങനെ? അഹ്ലു ബൈത്തിലെ ആദരിക്കലോടുകൂടി നബിയെ ആദരിക്കുക. അപ്പൊ നബി കുടുംബത്തെ ആദരിക്കുക എന്നുള്ളത് നബിയെ ആദരിക്കലായിട്ടിക്കേ. അതിൽ ഒരർത്ഥമായിട്ടിക്കടെ എന്നാ ചൊന്നത് ഉറുക്കുബോ എന്നതൊക്കെ ജാഗ്രതാക്കിയവരോ, നബിയുടെ കുടുംബത്തെ വിഷയത്തിൽ നബിയെ നിങ്ങൾ ജാഗ്രതാക്കിയവരോ. അപ്പൊ അങ്ങനെ മോശപ്പെടുത്തിയെങ്കിൽ നബിക്ക് ബേജാറാവും, അങ്ങനെ ബേജാറാക്കിയെങ്കിൽ നബിക്ക് ബേജാറാവും, അങ്ങനെ ദ്രോഹിച്ചെങ്കിൽ നബിക്ക് വിഷമമുണ്ടാവും. ജാഗ്രതാക്കിയവരോ. ആ നബി കുടുംബത്തെ ആദരിക്കലോട് കൂടെ നബിയെ ആദരിക്കറൂ. അതായത് നബി കുടുംബത്തെ ആദരിക്കുക എന്നുള്ളത് നബിയെ ആദരിക്കൽ തന്നെ ആയിട്ടിക്കേ. റവാഹുൽ ബുഖാരി. മാന ഉറുക്കൂബ് എന്നതിന്റെ മാന റാവൂ, ജാഗ്രതയ്ക്കവരോട്ട് എന്നുള്ളത്. വഹ്തരിമൂ എന്നെങ്കിൽ നബിയെ ബഹുമാനിച്ചോളൂ, വാക്കരിമൂഹു ആദരിച്ചോളൂ. അല്ലാഹു അലം. അപ്പോ നബി കുടുംബത്തെ ആദരിക്കണം. അത് നബിയെ ആദരിക്കും പോലെ ആയിട്ടിക്കേ. നബിയുടെ കുടുംബത്തിന് എന്തെങ്കിലും ഉപദ്രാക്കെടുത്ത് പിടിച്ചോളൂ, അത് നബിക്ക് വിഷമം ഉണ്ടാക്കും. അപ്പൊ ആ കുടുംബത്തെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളത്. അള്ളാഹു അങ്ങനെ സ്നേഹിക്കുകയും ആദരിക്കുകയും നബി കുടുംബത്തെയും പരിശുദ്ധ ഖുർആനും മുറുകെ പൊടിച്ച് ജീവിക്കട്ടെ. സ്വാലിഹ്യങ്ങളെ പാദപിന്തുടരുടെ മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കാതെടുത്തെല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ദുആ വസിയത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് ഈ ബാബിൽ 2 ഹദീസ് ആയിട്ടേക്ക് ആ 2 ഹദീസ് ഞങ്ങൾ വിശദീകരിച്ചിട്ടേക്ക് അടുത്തത് 44-ാമത്തെ ബാബ് ഉലമാക്കളെയും വലിയ വലിയ ആൾക്കാരൊക്കെ ബഹുമാനിക്കണം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ അത് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.